കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ളത് വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് വ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ പിന്നീട് EMS അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തുടർച്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മതങ്ങളെയും വർഗീയ ശക്തികളെയും കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. അധികാരമാണ് അവർക്ക് മുഖ്യം, ജനാധിപത്യമല്ല, അല്ലെങ്കിൽ ജനങ്ങളല്ല, മതേതരത്വവും അല്ലെങ്കിൽ മതനിരപേക്ഷതയുമല്ല, ഇന്ത്യ നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഫെഡറലിസവുമല്ല. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും സംസ്ഥാനങ്ങളുടെ അന്തസ്സിന് വേണ്ടിയിട്ടും പെരുമാറുന്ന ഒരു സംവിധാനം നമ്മൾ കാണുന്നില്ല. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അവസ്ഥ സംസ്ഥാനങ്ങൾക്കകത്തുനിന്ന് തന്നെ അതിൻ്റെ സാമ്പത്തിക നിലവാരം ഉയർത്താനോ തൊഴിൽ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കാണുന്നില്ല. വികസനം എന്ന പേരിൽ കുറേയധികം റോഡുകളും കെട്ടിടങ്ങളും ഉണ്ടാക്കി വെക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അടിത്തട്ടിലെ ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഒരു വികസന സമ്പ്രദായവും കൊണ്ടുവരുന്നില്ല. എന്താണ് ഇവിടെ ഉള്ളത്? തെരഞ്ഞെടുപ്പ് വരുന്നു, തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ആരുടെ കൂടെയും കൂട്ടുകൂടുന്നു, എല്ലാ വിധത്തിലുള്ള മൂല്യവ്യവസ്ഥകളും തകർക്കുന്നു, അവരവരുടെ തന്നെ പ്രത്യയശാസ്ത്രങ്ങളെ തകർക്കുന്നു, അതിനെ പുല്ല് വില കൽപ്പിക്കാതെ കണ്ട് എലക്ഷൻ ജയിക്കുന്നു. എലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തോന്നിയ പോലെയാണ്. ഒരാൾ ഒരു ചോദ്യം ചോദിക്കാനോ അതല്ലെങ്കിൽ അകത്ത് വിമർശനത്തിനോ ഒന്നും പഴുതില്ലാത്ത വിധത്തിൽ ജനാധിപത്യത്തിൻ്റെ നാശം, അതാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കകത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരു തിരുത്തലിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്കോ വകയില്ലാതെയാവും. തന്നെയുമല്ല, ഒന്ന് മാറി നിന്ന് പ്രതിപക്ഷത്ത് ഇരിക്കുന്നത് ഭരണവർഗത്തിന് നല്ലതാണ്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പ്രത്യേകിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളോടുള്ള ഒരു സമീപനം എന്താണെന്നുള്ളതാണ്. ഒരു ഇടതുപക്ഷത്തിൻ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരേണ്ട തരത്തിലുള്ള സമീപനമല്ല മാധ്യമങ്ങൾ ജനങ്ങളുടെ നാവാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മാധ്യമങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള വേറൊരു കാര്യം. ജനങ്ങളുടെ നാവായിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ വായ അടപ്പിക്കുക എന്ന് പറയുന്നത് ഭരണകൂടങ്ങൾ ഒരിക്കലും ചെയ്തുകൂടാത്തതാണ്. ഇപ്പോൾ കേന്ദ്രത്തിലാണെങ്കിൽ ഒളിച്ചോടൽ സമ്പ്രദായമാണ്. മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടി മാറി നിൽക്കുക ഭരണാധികാരികൾ. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിനകത്ത് നമുക്ക് ഫ്രീഡം ഉണ്ട്, നമുക്ക് സംസാരിക്കാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഇടതുപക്ഷ വിഭാഗത്തിൻ്റെ അകത്ത് നിന്ന് പോലും മാധ്യമങ്ങളോടായാലും പൊതുജനങ്ങളോടായാലും പാർട്ടിക്ക് അകത്തുള്ളവരോടായാലും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നത് അനേകം കാലമായിട്ട് നമ്മളതാ കാണുന്നത്. ചോദ്യം ചെയ്യാൻ പാടില്ല. അത് ഞാൻ പറയില്ല, അതെനിക്കറിയില്ല. അത് അവരുടെ ആൾക്കാർ പറയേണ്ടതാണ്. പിണറായി വിജയൻ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് അവർ വിലയിരുത്തട്ടെ. അവർക്ക് തിരുത്താനോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ അവർ കൂട്ടിച്ചേർക്കട്ടെ. അതല്ല നമ്മുടെ വിഷയം. ഭരണാധികാരത്തിലേക്ക് വന്നത് ഇടതുപക്ഷ പാർട്ടിയാണ്, പിണറായി വിജയനല്ല. ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഭരണാധികാരത്തിൽ വന്നത്. സ്ത്രീകൾ, ദളിതർ, ആദിവാസികൾ, ദരിദ്ര ജനവിഭാഗങ്ങൾ, ഭൂരഹിത കർഷകർ തുടങ്ങിയിട്ട് അടിത്തട്ടിലുള്ള മനുഷ്യർ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു പാർട്ടിയാണത്. അവർക്ക് എന്ത് കിട്ടി എന്നുള്ളത് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. അവർ തന്നെ വിലയിരുത്തേണ്ട കാര്യമാണ് പാർട്ടിക്കാർ. അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്, ആരോപണം ഉന്നയിക്കുന്നത് BJP ആണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്, LDF അധികാരത്തിൽ. കാരണം അതോടുകൂടി ഇവിടെ ചിഹ്ന ഭിന്നമായി പോയി അവർക്ക് ഇവിടെ അടിയുറച്ച ഒരു ബേസ് ഉണ്ടാക്കാൻ കഴിയുന്നുള്ള ഒരു സാധനമാണ്. അത്തരം ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. LDF ഇല്ലാതെയാവുന്നതോടുകൂടി, ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കില്ലാതെയാവുന്നതോടുകൂടി ആ വേക്കത്തിലേക്ക് കയറി വരിക തീർച്ചയായിട്ടും BJP ആണ്. അതിനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തു, ആരൊക്കെ എന്തൊക്കെ കൊടുത്തും BJPക്ക് അധികാരത്തിൽ വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അവർ ജനാധിപത്യത്തെപ്പറ്റി മിണ്ടുന്നവരല്ല. ജനാധിപത്യം എന്ന വാക്ക് അവരുടെ നിഘണ്ടുവിലില്ല. മറിച്ച് വർഗീയമായി മതരാഷ്ട്രവൽക്കരണം എന്ന് പറയുന്ന ലക്ഷ്യം അവർക്കുണ്ട് താനും. അതിനാൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന, അവർക്ക് അനുകൂലമായി പറയുന്ന, അവർക്ക് അനുകൂലമായി കരുക്കൾ നീക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കലാണ് എന്ന് മാത്രമല്ല ഇന്ത്യയെ തകർക്കലും കൂടിയാണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ പൊതു സാഹചര്യത്തിൽ താരതമ്യേന ജനാധിപത്യപരമായി പെരുമാറുന്ന പാർട്ടി കോൺഗ്രസ് ആണെന്ന് ഇപ്പോൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചേക്കാം. ജനങ്ങൾ മാറി മാറി കുത്തുന്നതിൽ ഉത്സുകരാണ്, അങ്ങനെ ചിന്തിച്ചേക്കാം. പക്ഷേ ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരായിട്ട് അവരും പെരുമാറേണ്ടതുണ്ട്. ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇതിന് പകരം വലിയ ജനാധിപത്യവൽക്കരണം നടക്കും എന്നുള്ള പ്രതീക്ഷ, കണ്ണും മൂക്കും അടച്ച് അങ്ങനെ പ്രതീക്ഷിക്കാൻ നമുക്ക് വഴിയില്ല. കാരണം
ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റത്തിൻ്റെ കാരണം കോൺഗ്രസ് തന്നെയാണ്. അവിടെയും ഈ തുടർ ഭരണം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ആ തുടർ ഭരണത്തെ പിന്നെ വന്ന വലിയ അഴിമതികളും അതുപോലെ തന്നെ ആ അഴിമതികളുടെ വിപുലതയും കണ്ടുകൊണ്ടാണ് സത്യത്തിൽ BJPക്ക് അധികാരത്തിലേക്ക് വരാനായിട്ട് സാധിച്ചത്. അല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഇന്ന് ഉള്ള ഒരു വിപത്തിൽ എത്തിപ്പെടുമായിരുന്നില്ല. അത് വളരെ ദോഷം ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പോലെ വിലയിരുത്തുന്നത് പോലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നശിക്കുന്നത് അതിൻ്റെ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിന്നെ എന്താ പറയുക, അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ ഇല്ല എന്നാൽ പോലും തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് വരികയും പാർട്ടി ഏകാധിപത്യത്തിലേക്ക് അത് പോവുകയും ചെയ്യുന്നു. പാർട്ടിയുടെ ഏകാധിപത്യത്തിലേക്ക് പോകുന്നതോടുകൂടി പാർട്ടിയിൽ നിന്നും വിട്ട് ഒരൊറ്റ വ്യക്തി ഏകാധിപത്യത്തിലേക്ക് അത് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ നാശം അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് നമ്മൾ ഇടതുപക്ഷ പാർട്ടികളെ വിലയിരുത്തുമ്പോൾ അവരുടെ ഏകാധിപത്യത്തിലേക്കുള്ള യാത്ര അതാണ് സംഭവിച്ചത് എന്ന് ചരിത്രപരമായിട്ട് വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും അത് ഭൂരിപക്ഷ പ്രീണനം മാത്രമല്ല, അത് വർഗീയ പാർട്ടികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു പ്രീണനം കൂടി ആണ്. ഭൂരിപക്ഷം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ മതകക്ഷികൾക്ക് എന്തുകൊണ്ട് അവരുടെ മതത്തിൻ്റെ പേരിൽ നിന്ന് മത്സരിച്ചുകൂടാ? അവർ വിട്ടുകൊടുക്ക്. അവർ കത്തോലിക്ക മതത്തിൻ്റെ പേരിലും ഈഴവരുടെ പേരിലും നായന്മാരുടെ പേരിലും നിന്ന് മത്സരിക്കട്ടെ. ഇവരെന്തിനു കൂട്ടുപിടിക്കുന്നു? ഈ കൂട്ടുപിടിച്ചുകൊണ്ട് വലിയ വോട്ട് ബാങ്ക് ആയിക്കൊണ്ട് ഈ വക വർഗീയ ശക്തികളെയും സമുദായ ശക്തികളെയും മതശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരത്തിലേറുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, കക്ഷി രാഷ്ട്രീയ പാർട്ടികൾ എന്ന് ഉപേക്ഷിക്കുന്നു അന്ന് മാത്രമേ എന്തെങ്കിലും പ്രതീക്ഷ ജനങ്ങൾക്ക് ഉണ്ടാവുള്ളൂ.